കൂട്ടുകാരെ, നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പഴയ നിയമത്തിനകത്ത് ഈ മരുഭൂമിയിലൂടെ നടന്ന മക്കൾക്ക് മന്ന കൊടുത്ത ദൈവത്തെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. എന്താണ് മന്ന? അത് ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. എന്താണ് മന്ന? വാട്ട് ഈസ് ദ മന്ന? വാട്ട് ഈസ് ദ മന്ന ഫുഡ്? ഇപ്പോൾ നമ്മൾ ചോറും കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞാൽ ഓക്കെ. ബൈബിളിൽ അപ്പം എന്നൊക്കെ പറയണ്ട, 5 അപ്പം കൊണ്ട് 5000 പേര് മീൻ അപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് മന്ന? അത് ക്രിസ്ത്യാനികൾക്കും അറിയില്ല, പള്ളിയിലച്ചന്മാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. മന്ന എന്താണെന്നുള്ളത് ആരും കണ്ടിട്ട് പോലും ഇല്ല. അത് എന്താണ് മന്ന? അത് എങ്ങനെ ഇരിക്കും? ആർക്കും അറിയില്ല. അത് എന്ത് ഫുഡാണ്? അതിൻ്റെ കളർ എന്താണ്? അല്ലെങ്കിൽ അത് ഏത് രൂപത്തിലാണുള്ളത്? അതിൻ്റെ ടേസ്റ്റ് എന്താണ്? അതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ബൈബിളിലുടനീളം പറയുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പലായനം ചെയ്തപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊന്നും ഇല്ല. അപ്പോഴാണ് കാടപ്പക്ഷികളെയും മന്നായും കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. കാടപ്പക്ഷികളെ അവർ ചുട്ട് കഴിച്ചു കാണും. പക്ഷെ മന്ന എന്താണ്? സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചെന്നാണ് പറയണം. സ്വർഗത്തിലെ മന്ന എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം മന്ന എന്താണെന്നുള്ളത്. അത് ഞാൻ പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിനും മുമ്പ്, യേശു ജീവിച്ചിരുന്നതിന് മുമ്പാണ് ഈ അവിടെയുള്ള ഗോത്രങ്ങൾ, ഈജിപ്ത്, ഇസ്രായേൽ, ആ ഗോത്രങ്ങൾ തമ്മിൽ എന്നും അടിയിടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ അന്നും ദൈവത്തെ ആരാധിച്ചിരുന്നു. അന്ന് ദൈവത്തിന് രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അന്ന് ദൈവം ഇവർക്ക് പ്രത്യക്ഷപ്പെടും. എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളൊക്കെ കണ്ട് ഇവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടും. അപ്പം അവരെല്ലാം നേരിട്ട് കാണും. ദൈവം ചിലപ്പോൾ തീയുടെ രൂപത്തിലായിരിക്കും, നല്ലൊരു വെളിച്ചമായിട്ടായിരിക്കും ദൈവത്തെ കാണുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോകാൻ പറഞ്ഞു, പാലായനം ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ വഴിക്ക് വെച്ചാണ് മന്ന കൊടുത്തത്. അപ്പം എന്താണ് മന്ന എന്നുള്ളതാണ് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം. മന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കും അറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്താണ് മന്ന? ദൈവം കൊടുത്ത മന്ന എന്താണ്? ആ മന്ന അവരെ ഒത്തിരി സഹായിച്ചു. അവരുടെ വിശപ്പെല്ലാം കെട്ടുപോയെന്ന്. സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. അപ്പോൾ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇത് നമുക്ക് വിശപ്പ് പോകാത്ത അത്ഭുതമായിട്ടുള്ള ഒരു ഫുഡാണ് മന്ന. അപ്പം മന്ന എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ കമൻ്റ് ഒന്ന് അവിടെ പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.